അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളെ, ശ്രോതാക്കളെ, ഒരു വിശ്വാസിയുടെ ജീവിതം ഇസ്ലാമിൻ്റെ അടിത്തറയായ തൗഹീദിനെ ആഴത്തിൽ മനസ്സിലാക്കിയും അതിൻ്റെ വിപരീതമായിട്ടുള്ള ഷിർക്കിനെ വളരെ ഗൗരവത്തിൽ കണ്ടുമുള്ളതായിരിക്കണം എന്ന് വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഒരുപാട് സാധാരണക്കാർ തൗഹീദിനെ ശരിയായി മനസ്സിലാക്കാത്തത് കാരണം, ഷിർക്കിൻ്റെ അപകടം എന്താണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കാരണം നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാരുടെ സംസാരങ്ങളിലും അവരുടെ പെരുമാറ്റങ്ങളിലും അതുപോലെ തന്നെ അവതരണ ശൈലിയിലുമൊക്കെ ആകൃഷ്ടരായി ഷിർക്കെന്ന മഹാവിപത്തിൽ വീണുകൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥ ഇന്നും സമൂഹത്തിൽ തുടരുകയാണ്. ഒരു മുസ്ലിയാർ ഷിർക്കിനെ വളരെ ലാഘവത്തോടെ, നിസ്സാരതയോടെ നോക്കിക്കാണുന്ന ഒരു സംസാരം നമുക്കൊന്ന് കേൾക്കാം. അവ എന്താ എന്റെ വതിരിയങ്ങളെ എന്നൊക്കെ വിളിക്കാവോ? എന്റെ വാപ്പാന്ന് വിളിക്കാവോ? പറ്റുമോ? എന്റെ വാപ്പാ ഒരു പ്രയാസം വരുമ്പോ എന്റെ ഉമ്മച്ചി ഷിർക്കാവോ? നിങ്ങൾ പറയണില്ലല്ലോ, ഷിർക്കാവോ? പിന്നെ എന്റെ വതിരിയങ്ങളെ എന്ന് വിളിക്കുമ്പോ ഷിർക്കാനുള്ള കാരണം എന്താ? സഹോദരങ്ങളെ, ഇവിടെ മുസ്ലിയാരുടെ പ്രധാന സംശയം ബദരീങ്ങളെ എന്ന വിളിയുടെ കുഴപ്പം എന്താണ്? യഥാർത്ഥത്തിൽ എന്തിനാണ് ആളുകൾ ബദരീങ്ങളെ വിളിക്കുന്നത്? ആരാണ് ബദർ ശുഹദാക്കൾ? എന്തിനു വേണ്ടിയാണ് ബദർ യുദ്ധം ഉണ്ടായത്? ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയോ സംശയിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യില്ല എന്നത് ഉറപ്പാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബദർ യുദ്ധം ഉണ്ടായത് ഷിർക്കും തൗഹീദും വേർതിരിക്കപ്പെടാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പരിചയപ്പെടുത്തിയത് സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ദിവസം ഫുർഖാൻ എന്നാണ്. സ്വഹാബത്ത് വളരെ കുറവാണ്, ശത്രുക്കൾ കൂടുതലാണ്. അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടാണ് സ്വഹാബത്ത് ബദറിലേക്ക് പോയത്. അതേപോലെ തന്നെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. മരണപ്പെട്ട ഏതെങ്കിലും ഒരു പ്രവാചകനെ വിളിച്ച് പ്രയാസം പറഞ്ഞിട്ടല്ല അവർ ബദറിലേക്ക് പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനമുരുകി പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. ഏതെങ്കിലും ഒരു പ്രവാചകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ വിളിച്ച് ബദറിലേക്ക് പോയ ഒരു ചരിത്രം നമ്മൾ കാണുന്നില്ല. ബദരീങ്ങളെ എന്ന വിളിയുടെ പ്രശ്നം എന്താണ്? അല്ലാ എന്ന് വിളിക്കേണ്ട സ്ഥാനത്താണ് ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നതിൻ്റെ സ്ഥാനത്താണ് ബദർ ശുഹദാക്കളുടെ പേരുകളെ ആളുകൾ കാണുന്നത്. ഇതിനേക്കാൾ വലിയ അപകടം എന്താണ്? മരിച്ചവർക്കോ ജീവിച്ചിരിക്കുന്നവർക്കോ സാധിപ്പിച്ചു തരാൻ കഴിയാത്ത ഒരു കാര്യം, അത് കിട്ടാൻ വേണ്ടിയാണ് ബദരീങ്ങളെ, മമ്പുറം തങ്ങളെ, മുഹീദ്ദീൻ ഷെയ്ഖെ എന്നിങ്ങനെയുള്ള വിളി സമൂഹത്തിൽ ഉണ്ടാകുന്നത്. സഹോദരങ്ങളെ, ബദർ ശുഹദാക്കൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വർഷങ്ങളോളം ജീവിച്ചല്ലോ. എന്തേ അവിടുന്ന് ബദർ ശുഹദാക്കളിൽപ്പെട്ട ഒരാളുടെ പേര് പോലും വിളിച്ചില്ല? സ്വഹാബത്ത് ജീവിച്ചു, എന്തുകൊണ്ട് സ്വഹാബത്ത് വിളിച്ചില്ല? എന്തേ അവർക്കൊന്നും ആ വിളി ബാപ്പ ഉമ്മ എന്ന് വിളിക്കുന്ന പോലെയാണ് ആ നിലക്ക് തോന്നാതിരുന്നത്? മുസ്ലിയാരുടെ ന്യായീകരണം നമ്മൾ കേട്ടല്ലോ. ബാപ്പ എന്ന വിളിക്ക്, ഉമ്മ എന്ന വിളിക്ക് എന്താണ് കുഴപ്പം? ആ സ്ഥാനത്താണ് ബദരീങ്ങളെ എന്ന വിളിയെ കാണുന്നത്. ആ ന്യായീകരണം ഒരിക്കലും ശരിയല്ല. കാരണം ബദർ ശുഹദാക്കളുടെ ഇല്ലാത്ത പോരിശ പറയാൻ എഴുതപ്പെട്ട ബദർമാലയും അതേപോലെ തന്നെ ബൈത്തുകളും എന്താ അതിൻ്റെ ലക്ഷ്യം? പ്രയാസങ്ങൾ, മുസീബത്തുകൾ, അതേപോലെ തന്നെ ബലാഹുകൾ ഉണ്ടാകുമ്പോൾ
അതെല്ലാം നീങ്ങിക്കിട്ടാൻ വേണ്ടിയാണ് ബദരീങ്ങളെ വിളിക്കേണ്ടത്. ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയാണ് അവരെ വിളിക്കുന്നത്. ഇതൊക്കെയല്ലേ ബദർ മൗലിദ് പഠിപ്പിക്കുന്നത്? നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാൻ, നമ്മുടെ മുസീബത്ത് ബലാവ് മാറിക്കിട്ടാൻ ബാപ്പാ ഉമ്മ എന്ന് വിളിക്കൽ പരിഹാരമാണോ? ഒരിക്കലും അല്ല. ഒരാൾ വീഴാൻ നേരത്ത് ഉപ്പ അല്ലെങ്കിൽ ഉമ്മ എന്ന് വിളിച്ചു, അത് പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഒരു വിളിയാണ്. ആ വിളി ബാപ്പ കേൾക്കുന്നു, ഉമ്മ കേൾക്കുന്നു, ബാപ്പയും ഉമ്മയും എന്നെ രക്ഷപ്പെടുത്തുന്നു എന്ന വിശ്വാസമുള്ള വിളിയല്ല. ആ നിലക്ക് വല്ല അന്ധവിശ്വാസങ്ങളും കൂടിയ വിളിയാണെങ്കിൽ അത് പാടുള്ളതും അല്ല. ബദരീങ്ങളെ എന്ന ഒരു സാധാരണക്കാരൻ്റെ വിളിയുടെ ലക്ഷ്യം എന്താണ്? ബദരീങ്ങൾ കാണുന്നു, കേൾക്കുന്നു, അവർ മനസ്സറിയുന്നു, പ്രശ്നങ്ങൾ നീക്കിത്തരുന്നു. അതാണ് അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം. ആ നിലക്ക് ഇസ്ലാം ഒരു വിളി പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ബാപ്പ ഉമ്മ എന്ന് വിളിക്കുന്ന പോലെയാണ് ബദരീങ്ങളെ മമ്പുറം തങ്ങളെ എന്ന വിളി. അങ്ങനെ ഒരിക്കലും കൂട്ടിക്കെട്ടാൻ പാടില്ല. അത് വിഡ്ഢിത്തമാണ്. ഇസ്ലാമിൻ്റെ അടിത്തറയായ തൗഹീദിനെക്കുറിച്ച് കൃത്യമായ ധാരണയും ബോധവും ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇതിനു വേണ്ടി മുസ്ലിയാർ ഒരായത്ത് പച്ചയായി ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൂടി കേൾക്കുക. ബദരീങ്ങളെ കുറിച്ച് പറയണം. ബദരീങ്ങൾ ആരെയും കൊന്നിട്ടില്ല. ബദരീങ്ങള് കൊന്നത് ഞാനാണ്. ആരാ പറയണേ? കൊന്നതാരാണ്? ഖുർആനിൽ അല്ലാഹ് പറയുന്നു ബദറിൽ കൊന്നത് ഞാനാണ്. ചരിത്രം പറയുന്നത് എന്താ? കൊന്നതാരാ? ബദരീങ്ങളാ. സ്വഹാബത്ത് യുദ്ധം ചെയ്തു, അവർക്ക് വിജയമുണ്ടായി, ശത്രുക്കൾ പരാജയപ്പെട്ടു. അള്ളാഹു എന്ന ശക്തിയുടെ ഇടപെടൽ കാരണമാണ് ആ വിജയമുണ്ടായത്. അതിലാർക്കാ സംശയമുള്ളത്? അതിൻ്റെ അർത്ഥം മരിച്ചുപോയ ബദരീങ്ങളെ വിളിച്ചാൽ അവർ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് വിളി കേൾക്കുകയും ഉത്തരം നൽകുകയും പ്രയാസങ്ങൾ നീക്കിത്തരികയും ചെയ്യുമെന്നാണോ? എന്നാൽ സഹോദരങ്ങളെ, ഈ ആയത്തോതിയിട്ട് ഉഹുദ് യുദ്ധവേളയിൽ, ഖന്തക്ക് യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലപാട് സ്വീകരിക്കണ്ടേ? അങ്ങനെ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് വാരി എറിഞ്ഞു, എല്ലാ ശത്രുക്കളുടെയും കണ്ണിൽ മണ്ണെത്തി. അത് അവിടുന്നിൻ്റെ അമാനുഷികതയാണ്. അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ബദരീങ്ങളെ വിളിക്കാം എന്ന ഒരു നിയമം, ഒരു വിശ്വാസം ഉണ്ടാക്കുന്നു. ഇത് പച്ചയായ പ്രമാണ ദുർവ്യാഖ്യാനമാണ്. മുസ്ലിയാർ വാദിക്കുന്ന വിശ്വാസത്തിന് ഈ ആയത്ത് ഒരിക്കലും തെളിവല്ല. അങ്ങനെയായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിലും ഈ ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് അത് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി മുസ്ലിയാർ തന്നെ പറയുന്നു അതിൻ്റെ കാരണം എന്താണ്. അതുകൂടി നമ്മൾ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിലും ബദരീങ്ങളാണെങ്കിലും മുഹീദ്ദീൻ ശിഹാർ റളിയല്ലാഹു അൻഹു ആണെങ്കിലും ഇവർക്കൊക്കെ സ്വന്തമായിട്ട് വല്ല കഴിവുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയുന്നുണ്ടോ? നമുക്കുണ്ടോ സ്വന്തമായിട്ട് കഴിവ്? ഈ മഹത്തുക്കളിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നത് ആരാണ്? അവർക്കിടയിൽ ഭൗതികം അഭൗതികം എന്നുള്ളൊരു വേർതിരിവ് അള്ളാഹ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, പച്ചയായ ഷിയായിസം അഥവാ കൊടുത്ത കഴിവ് എന്ന അന്ധവിശ്വാസം അത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. മരിച്ചവർക്ക് അല്ലെങ്കിൽ അവരുടെ ഇമാമുമാർക്ക്, അവരുടെ നേതാക്കന്മാർക്ക് അള്ളാഹു പലതിനും കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇത് ലോകത്തുണ്ടാക്കിയത് ഷിയാക്കളാണ്. മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചു പോന്ന കാര്യം പിന്നെ ഷിയാക്കൾ ഏറ്റെടുത്തു. ആ വിശ്വാസപ്രകാരമാണ് മുസ്ലിയാക്കന്മാർ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത്. അതുതന്നെയാണ് കുഴപ്പം. ഷിയാക്കളെ മാതൃകയാക്കി അങ്ങനെ ഒരു വിശ്വാസം മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ സമ്മതിക്കുകയില്ല. അതൊരിക്കലും പാടില്ല. മാത്രവുമല്ല, ഈ മുസ്ലിയാക്കന്മാരുടെ വിശ്വാസപ്രകാരം അഥവാ അശ്അരി വിശ്വാസപ്രകാരം കൊടുത്ത കഴിവ് ഇല്ല. അങ്ങനെ പാടില്ല എന്നാണ് അശ്അരിയാക്കളെ വാദം. എന്നാൽ മുസ്ലിയാക്കന്മാർ പറയുന്നു ഞങ്ങൾ അശ്അരി മദ്ഹബിൻ്റെ ആളുകളാണ്. സ്വന്തമായി കൊണ്ടു നടക്കുന്ന വിശ്വാസത്തിന് പോലും അവകാശപ്പെടുന്ന വിശ്വാസ മദ്ഹബിൻ്റെ പാരമ്പര്യമില്ല എങ്കിൽ സഹോദരങ്ങളെ, ഇതെത്രത്തോളം പൊള്ളയായ വാദമാണ്. ഇനി അതുമല്ല, ഈ ബദർ മാലയുടെ ഉള്ളു നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഐഹികമാകട്ടെ പാരത്രികമാകട്ടെ ബദരീങ്ങളെ വിളിക്കണം എന്നാണ്. എന്തിനാ സഹോദരങ്ങളെ റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന എന്നുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ അസ്ലിഹ്ലി ദീനി, അല്ലാഹുമ്മ അസ്ലിഹ്ലി ദുന്യായ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ എന്തിനാണ്? എല്ലാറ്റിനും മരിച്ചവർ മതിയെങ്കിൽ
മരിച്ചവർക്ക് നമ്മളുമായി ഇടപെടാനുള്ള യാതൊരു കാരണവും ഇല്ല. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമായ അഭൗതിക മാർഗത്തിലൂടെയുള്ള വിളി അത് റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. ആ വിളി ഒരിക്കലും മരിച്ചവരിലേക്ക്, ജീവിച്ചിരിക്കുന്നവരിലേക്ക് മാറ്റിക്കൊടുക്കാൻ പാടുള്ളതല്ല. ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ ഈ ശിർക്കൻ വിശ്വാസം സമൂഹത്തിൽ പഠിപ്പിക്കാൻ ഇവർ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആഉൽ ഖർബ് നമ്മളെ പഠിപ്പിച്ചപ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാ, നിന്നോട് ഞാൻ സഹായം തേടുന്നു എന്നാണ്. ഫലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐൻ, കണ്ണ് ചിമ്മി തുറക്കുന്ന നേരത്തേക്ക് എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അല്ലാ എന്ന് 3 തവണ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസഘട്ടത്തിലെ പ്രാർത്ഥന പഠിപ്പിച്ചു. അല്ലാ 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 ലാ ഉശ്രികു ബിഹി ഷൈആ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബാപ്പയെയും ഉമ്മയെയും വിളിക്കുന്ന പോലെ ബദരീങ്ങളെ എന്ന വിളി കണ്ട് ആ ഒരു അന്ധവിശ്വാസം, ശിർക്കൻ വിശ്വാസം അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിസാരവൽക്കരിച്ചുകൊണ്ട്, വളരെ ലാഘവത്തോടുകൂടി, ആളുകളെ സുഖിപ്പിച്ചുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഈ പ്രവണത മുസ്ലിയാക്കന്മാരെ നിങ്ങൾ നിർത്തുക. അതോടൊപ്പം നിങ്ങൾ എന്താണ് തൗഹീദ് എന്ന് പഠിക്കുക, എന്താണ് ശിർക്കിൻ്റെ ഗൗരവം എന്ന് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഈ ഷിയാ സൂഫി വിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് കാലം കഴിച്ചുകൂട്ടേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.